എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാം. ഞാൻ 2 വലിയ കപ്പ എടുത്തു, അതിനെ മുറിച്ചു, എന്നിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തു. കണ്ട. എന്നിട്ട് ഇതിനെ ബാക്കിയുള്ളത് ഞാൻ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു തരാം. കപ്പനെ ഞാൻ വെള്ളം മുക്കിയിട്ട് പുഴുങ്ങി എടുത്തു. ദേ കണ്ട, വെള്ളം ഊറ്റിക്കളഞ്ഞു. എന്നിട്ട് അതിന് വേണ്ട ഐറ്റങ്ങൾ 2-3 സവാള ചെറുതായിട്ട് അരിഞ്ഞു, 5-6 പച്ചമുളക് അതും കട്ട് ചെയ്തെടുത്തു, ഒരു കുടം വെളുത്തുള്ളിനെ പൊളിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ആവശ്യാനുസരണം ഉപ്പ്, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യാനുസരണം കുറച്ച് കടുകും, പിന്നെ 1 കട്ടോരി നിറച്ച് വെളിച്ചെണ്ണ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. എന്നിട്ട് ഞാനിതിനെ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഗ്യാസിന്മേൽ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ജീരകം ഇട്ടു. ജീരകം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കടുകും കൂടി ഇടാം. അത് രണ്ടും ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ചതിനെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ബാക്കി പറഞ്ഞു തരാം. കപ്പ പുഴുങ്ങിയെടുത്തു, എല്ലാം വഴറ്റിയെടുത്തതും കൂടെ ഇട്ടിട്ട് വെള്ളം തൊടാതെ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കി ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. കപ്പ വെന്ത് കഴിയുമ്പോൾ അതിനുള്ളിലേ ഒരു ഇത് കാണുമല്ലോ, അതെ കമ്പ് പോലെ, ഇതിനെ എടുത്ത് മാറ്റണം. എന്നിട്ട് വേണം മിക്സിയിലിട്ട് കറക്കാൻ. ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ടേ മിക്സിയിലിട്ട് കറക്കാവും. കാരണം വെള്ളം തൊടാതെ അടിക്കുന്ന, അപ്പം മിക്സിയൊക്കെ സൂക്ഷിച്ച് ചെയ്താൽ മതി കേട്ടോ, പെട്ടെന്ന് കിട്ടും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് പൊടിയാത്തതുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇളക്കിയാലും മതി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുന്നത് 1 കട്ടോരി നിറച്ച് ഗോതമ്പിൻ്റെ പൊടി, അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പൊക്കെ സമമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം തൊടാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കുന്ന ഈ പാത്രം എടുത്ത് വെച്ചു. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഹൈയിലിടല്ലേ, മീഡിയത്തിൽ മതി. എണ്ണയൊന്ന് പുരട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇത് ഒരു പിടി എടുത്ത് ആവശ്യത്തിനെടുത്തിട്ട് നമ്മളുടെ കൈയില്ലേ നനച്ച നനവ് വേണം, എന്നാലേ നമുക്കിങ്ങനെ പരത്താൻ പറ്റുള്ളൂ. കണ്ട, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ആയിട്ട് ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് വീണ്ടും ഞാൻ മൂപ്പിച്ച് കാണിച്ചു തരാം. മീഡിയത്തിലെ കത്തിക്കാവേ, അല്ല ഹൈയിലിട്ട കരിഞ്ഞു പോകും. അപ്പോൾ അടിയിലൊന്നും മൂത്തൊന്നും നമുക്ക് മനസ്സിലാകുന്നേ ചെറുതായിട്ട്. കണ്ടോ. അപ്പം നമ്മൾ മേളിലൊന്നും കൂടെ ഒന്ന് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് ചട്ടുകം വെച്ച് പെതുക്കെ എടുത്തൊന്ന് മറിച്ചിടണം. കണ്ട. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്കെടുത്ത് പാത്രത്തിലോട്ട് എടുക്കാം. എല്ലാം റെഡിയായി. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ചട്നി ഒന്നും തന്നെ വേണ്ട, വെറുതെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എവിടെയെങ്കിലുമൊക്കെ പിക്നിക്കിനൊക്കെ പോവുകയാണെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം, കേടും ആവില്ല കേട്ടോ. എന്നിട്ട് എനിക്കൊരു വിലയേറിയ അഭിപ്രായം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.